ഹലോ ലോയ്റ്റ് und herzlich willkommen. നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം. എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ നമ്മുടെ വൊക്കാബുലറിയുടെ തീം കുറച്ച് വേസ്റ്റ്, ഗാർബേജ്, പ്ലാസ്റ്റിക് ആൻഡ് ടോക്സിൻസ്. ഇത് നമുക്ക് നമ്മുടെ എൻവയൺമെൻറ്റൽ പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എസ്സേക്കോ അല്ലെങ്കിൽ സ്പ്രെഷനോ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ജർമ്മനിയിൽ വേസ്റ്റ് സെഗ്രിഗേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇവർ അതിനെപ്പറ്റി ഭയങ്കര കോൺഷ്യസുമാണ്. അതൊരു വലിയൊരു തീം തന്നെയാണ് ഇവർക്ക് കേട്ടോ. ഡെയർ മുൾ, ഗാർബേജ്, വേസ്റ്റ് അല്ലെങ്കിൽ ത്രാഷ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഡെയർ അപ്ഫാൽ എന്ന് വെച്ചാൽ വേസ്റ്റ്. ഡെയർ മുള്ളും ഡെയർ അപ്ഫാലും ഏകദേശം സെയിം അർത്ഥമാണ് കേട്ടോ. ഡെയർ ഹൗസ് മുൾ എന്ന് വെച്ചാൽ ഹൗസ് ഹോൾഡ് വേസ്റ്റ്. സോണ്ടമുൾ എന്ന് വെച്ചാൽ ഹസാഡസ് വേസ്റ്റ് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഉണ്ടാവുന്ന വേസ്റ്റ് അല്ലാത്ത വേസ്റ്റിനെയാണ് സോണ്ടമുൾ എന്ന് പറയുന്നത്. ഡെയർ ഇലക്ട്രോഷ്രോട്ട് എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് വേസ്റ്റ് ആണ്. ഇനി ഡിമോൾ ഡെപ്പോനെ അല്ലെങ്കിൽ ഡി ഡെപ്പോനെ എന്ന് വെച്ചാൽ ലാൻഡ് ഫില്ലാണ്. നമ്മൾ ലാൻഡ് ഫില്ലുകളിൽ വേസ്റ്റ് നിറയ്ക്കുമല്ലോ, അപ്പോൾ അതാണ്. ഇനി ഡി മുൾ ഫെർബ്രണ്ണും. മുൾ ഫെർബ്രണ്ണും എന്ന് വെച്ചാൽ വേസ്റ്റ് കത്തിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് പറയുന്നത്. വെഗ് വർഫൻ എന്ന് വെച്ചാൽ എറിഞ്ഞു കളയുക. എൻസോഗൻ ടു ഡിസ്പോസ് ഓഫ്. ഡി എൻസോഗുങ് എന്ന് വെച്ചാൽ ഡിസ്പോസൽ. ഇത് വേർബും ഇത് നൗണുമാണ്, നോമനുമാണ് കേട്ടോ. ദസ് റീസൈക്ലിംഗ്, റീസൈക്കിൾ ചെയ്യുക. റീസൈക്കിൾ വീഡ ഫെർവെൻറ്റൻ. റീസൈക്കിൾ വീഡ ഫെർവെൻറ്റൻ. ടു റീസൈക്കിൾ എന്ന് വെച്ചാൽ എന്താ? റീസൈക്ലിംഗ് ചെയ്യുക അല്ലേ. വീഡർ ഫെർവെൻറ്റൻ എന്ന് വെച്ചാൽ എന്താണ്? വീഡർ എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കുക. വീഡർ ഫെർവെൻറ്റൻ. ഡി മുൾ ട്രെനുങ്. മുൾ ട്രെനുങ് എന്ന് വെച്ചാൽ വേസ്റ്റ് സെപ്പറേഷൻ. ഡി മുൾ ഫെർമൈഡുങ് എന്ന് വെച്ചാൽ എന്താണ്? വേസ്റ്റ് പ്രിവെൻറ്റ് ചെയ്യുക. വൊക്കാബുലറി നമ്മൾ കൂടുതൽ വേർഡ്സ് ഫെമിലിയറൈസ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലേസനും വളരെ എളുപ്പമായിരിക്കും. പെട്ടെന്ന് വാക്കുകൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാവാൻ. അതുകൊണ്ടും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് വൊക്കാബുലറി. ഇനി നമുക്ക് പ്ലാസ്റ്റിക് പൊല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വേർഡ്സ് നോക്കാം. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ജർമ്മനിയിൽ നമ്മൾ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കുപ്പികൾ മേടിക്കുമ്പോൾ ഇതിനെല്ലാം ഒരു ഫാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടാവും. ഇപ്പം ഇതുമ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും ഫാൻഡിനെ. അപ്പം അതെന്ന് വെച്ചാൽ നമ്മളൊരു കുപ്പി മേടിക്കുമ്പോൾ നമ്മൾ 25 സെൻറ്റ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുവാണ്. കടയിൽ എക്സ്ട്രാ നമ്മൾ പേ ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് ഈ കുപ്പി കടകളിൽ തിരിച്ചു കൊണ്ടു കൊടുത്താൽ ഓരോ കുപ്പിക്കും 25 സെൻറ്റ് വെച്ച് നമുക്ക് തിരിച്ച് കിട്ടും. ഇവർ റോഡുകളിൽ പ്ലാസ്റ്റിക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യാനും കൂടെ വേണ്ടിയിട്ട് ഇവർ കൊണ്ടുവന്നിട്ടുള്ളൊരു സിസ്റ്റമാണ് കേട്ടോ. ഇപ്പം ദസ് പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്. ഡി പ്ലാസ്റ്റിക് ട്യൂട്ടർ എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ബാഗ്. ഡി പ്ലാസ്റ്റിക് ഫ്ലാഷർ, പ്ലാസ്റ്റിക് ബോട്ടിൽ. ഡി ഐൻവേഗ് ഫ്ലാഷർ. ഐൻവേഗ് എന്ന് വെച്ചാൽ ഒറ്റവട്ടം ഉപയോഗിക്കുന്നതെന്നാണ്. ഡിസ്പോസിബിൾ ബോട്ടിൽ. ഡി മേർവേഗ് ഫ്ലാഷർ. മേർവേഗ് എന്ന് വെച്ചാൽ എന്താണ്? ഒരുപാട് വട്ടം. റീയൂസബിൾ ബോട്ടിൽ, ഗ്ലാസ് ബോട്ടിൽസ്. ഡി ഐൻവേഗ് ഫെർപാക്കുങ് എന്ന് വെച്ചാൽ ഐൻവേഗ് ഫെർപാക്കുങ് എന്ന് വെച്ചാൽ ഡിസ്പോസിബിൾ ആയിട്ടുള്ള വലിയ ശക്തിയില്ലാത്ത പാക്കിങ്ങുകളില്ലേ, അതാണ്. ഡി ഫെർപാക്കുങ് എന്ന് വെച്ചാൽ പാക്കിംഗ്. ഇനി ഡസ് മീക്രോ പ്ലാസ്റ്റിക്. മീക്രോ പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ എന്താണ്? മൈക്രോ പ്ലാസ്റ്റിക്സ്. ഡി പ്ലാസ്റ്റിക് മൂൾ, പ്ലാസ്റ്റിക് വേസ്റ്റ്. പ്ലാസ്റ്റിക് ഫ്രൈ എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ഇല്ലാത്തത്. കെമിക്കൽസ് ആൻഡ് ടോക്സിൻസ്. ഡി ഷെമിക്കാലിയ എന്ന് വെച്ചാൽ എന്താണ്? കെമിക്കൽ. ദാസ് പെസ്റ്റിസൈഡ് എന്ന് വെച്ചാൽ എന്താണ്? പെസ്റ്റിസൈഡ്, കീടങ്ങൾ വരാതിരിക്കാൻ അടിക്കുന്ന മരുന്ന്. ദാസ് ഇൻസെക്ടിസൈഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇതുപോലെ കുഞ്ഞു പ്രാണികൾ വരാതിരിക്കാനുള്ള മരുന്ന്. ദാസ് ഹെർബിസൈഡ് എന്ന് വെച്ചാൽ ഹെർബിസൈഡ്. ഡേ ഡൂങ്ങ. ഡൂങ്ങ എന്ന് വെച്ചാൽ ഫെർട്ടിലൈസറാണ്, വളം. ചാണകത്തിനെയൊക്കെ ഇവർ ഡൂങ്ങർ എന്ന് പറയും കേട്ടോ. ഡി റേഡിയോ ആക്റ്റീവ് സ്ട്രാലുങ്. റേഡിയോ ആക്റ്റീവ് സ്ട്രാലുങ് എന്ന് വെച്ചാൽ റേഡിയോ ആക്റ്റീവ് റേഡിയേഷൻ, അതായത് നമ്മുടെ ന്യൂക്ലിയർ ഇതിനകത്തു നിന്നൊക്കെ വരുന്ന റേഡിയേഷൻ. റേഡിയോ ആക്റ്റീവ് എന്ന് വെച്ചാൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ളത്. ഡെയർ ആറ്റോമുൾ, ന്യൂക്ലിയർ വേസ്റ്റ്. നമുക്ക് എൻവയൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ആണ്. ഷുട്സൻ ടു പ്രൊട്ടക്റ്റ്. ബെവാരൻ എന്ന് വെച്ചാൽ എന്താണ്? ടു പ്രിസർവ് അല്ലെങ്കിൽ ടു കൺസർവ്. എർഹാൽട്ടൻ ടു മെയിൻറ്റെയിൻ അല്ലെങ്കിൽ ടു പ്രിസർവ് എന്നുള്ള അർത്ഥം. റെറ്റൻ എന്ന് വെച്ചാൽ റെസ്ക്യൂ ചെയ്യുക, ടു സേവ്. റെഡ്യൂസിയറൻ എന്ന് വെച്ചാൽ റെഡ്യൂസ് ചെയ്യുക. ഫെർമൈഡൻ എന്ന് വെച്ചാൽ അവോയ്ഡ് ചെയ്യുക. ഫെർഹിൻഡേൺ എന്ന് വെച്ചാൽ പ്രിവെൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഒരു കാര്യം, ഒരു നെഗറ്റീവ് എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കാതിരിക്കാനായിട്ട് അതിനെ പ്രിവെൻറ്റ് ചെയ്യുക. വീഡ ഫെർവെൻറ്റൻ ടു റീയൂസ്.
റീസൈക്കിൾന് ടു റീസൈക്കിൾ, കോമ്പോസ്റ്റിയറൻ ടു കമ്പോസ്റ്റ്, കമ്പോസ്റ്റ് ഉണ്ടാക്കുക നമ്മൾ അടുക്കളയിലത്തെ വേസ്റ്റൊക്കെ വെച്ചിട്ട്, അതാണ്. ഫ്ലാൻസൻ എന്ന് വെച്ചാൽ ടു പ്ലാന്റ്. ഇപ്പോൾ ഇത് ഇവിടെ വേർബായിട്ടാണ് ഫ്ലാൻസൻ യൂസ് ചെയ്യുന്നത്. ഇത് ക്യാപിറ്റൽ പിയും ഇപ്പുറത്തെ ഡിയും കൂടെ ചേർക്കുവാണെങ്കിൽ ഡി ഫ്ലാൻസ് എന്ന് വെച്ചാൽ പ്ലാന്റ്സ് എന്നുള്ളതിൻ്റെ പ്ലൂറലും ആണ് കേട്ടോ. ഔ ഫോസ്റ്റൻ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ എന്താണ്? ടു റീഫോറസ്റ്റ്, വീണ്ടും മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. സോയ് ബേൺ അല്ലെങ്കിൽ റൈനിഗുങ് എന്ന് വെച്ചാൽ എന്താണ്? വൃത്തിയാക്കുക, ക്ലീനിങ് എന്നാണ് അതിൻ്റെ അർത്ഥം, ക്ലീൻ. ഇനി ഡി സോയ്ബറുങ്, സോയ്ബറുങ് എന്ന് വെച്ചാൽ ഈ സോയ്ബേണിൻ്റെ നോമനാണിത്. ഡി സോയ്ബറുങ് എന്ന് വെച്ചാൽ ക്ലീൻ അപ്പ്. ഈ വേർഡ്സ് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് ആണ് കേട്ടോ. ഷുട്സൻ, ബെവാരൻ, എർഹാൽട്ടൻ, റെറ്റൻ, റെഡ്യൂസിയറൻ, ഫെർമൈഡൻ, ഫെർഹിൻഡേൺ, വീഡർഫെവെൻറ്റൻ, റീസൈക്കിൾൻ, കോമ്പോസ്റ്റിയറൻ, ഫ്ലാൻസൻ, ഔഫോസ്റ്റൻ, സോയ്ബേൺ, റൈനിഗൻ. ഈ വേർഡ്സ് എല്ലാം വേർബ്സ് ആണ്, എൻവയൺമെൻറ്റൽ കോൺസെപ്റ്റ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. ദി ക്രൈസ് ലൈഫ് വെർഷാഫ്റ്റ്, സർക്കുലർ എക്കണോമി. ഇപ്പം ഇതൊന്നും നിങ്ങൾ യൂസ് ചെയ്തില്ലെങ്കിലും ലേസണിൽ കാണുമ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും കേട്ടോ. ദി ക്രൈസ് ലൈഫ് വെർഷാഫ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? സർക്കുലർ എക്കണോമി. ഡെർ ഉക്കോളോജിഷ ഫൂസ് അബ്ഡ്രുക്ക് എന്ന് വെച്ചാൽ എക്കോളജിക്കൽ ഫുട് പ്രിൻറ്റ്. ഡെർ CO2 ഫൂസ് അബ്ഡ്രുക്ക് എന്ന് വെച്ചാൽ എന്താണ്? കാർബൺ ഫുട് പ്രിൻറ്റ്. ക്ലീമ നോയ്ട്രൽ എന്ന് വെച്ചാൽ കാർബൺ ന്യൂട്രൽ അല്ലെങ്കിൽ ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. എമിസിയോൺസ് ഫ്രൈ എന്ന് വെച്ചാൽ എമിഷൻ ഫ്രീ. ബിയോളോജിഷ് അബൌബാർ, ബയോഡീഗ്രേഡബിൾ. ബിയോളോജിഷ് ഓക്കെ. അബ്ബാവ് എന്ന് വെച്ചാൽ എപ്പോഴും തിരിച്ചു പണിയുക എന്നുള്ളതാണ്, പൊളിക്കുക എന്നുള്ളൊരർത്ഥമാണ് അബ്ബാവ് കേട്ടോ. അൻബാവ് ആണ് മുകളിലേക്ക് കൂടുതൽ പണിയുക എന്നുള്ളതിൻ്റെ അർത്ഥം. ഓപ്പോസിറ്റ്സ് ആണ് കേട്ടോ. കോമ്പോസ്റ്റിയബാ എന്ന് വെച്ചാൽ കമ്പോസ്റ്റബിൾ. വീഡർഫെർവെൻബാർ റീയൂസബിൾ. വെൽറ്റ് ബെവുസ്റ്റ് എൻവയൺമെൻ്റലി കോൺഷ്യസ്. ബെവുസ്റ്റ് എന്ന് വെച്ചാൽ കോൺഷ്യസ്, ബോധത്തോടു കൂടി എന്നാണ് അർത്ഥം. അപ്പം വെൽറ്റ് ബെവുസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ എൻവയൺമെൻറ്റിനെ പറ്റി കോൺഷ്യസ് ആയിട്ട്. അപ്പം ഡി ക്രൈസ്ലൗഫ് വെർഷാഫ്റ്റ്, ഡി ökologische Fußabdruck, der CO2 Fußabdruck, klimaneutral, emissionsfrei, biologisch abbaubar, kompostierbar, wiederverwendbar, umweltbewusst. നമുക്കിനി കുറച്ച് വേർഡ്സും കൂടെ നോക്കാം. Das Bioprodukt, ബിയോപ്രോഡക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഓർഗാനിക് പ്രോഡക്റ്റ് അല്ലേ, വിഷമൊന്നും അടിക്കാത്ത പച്ചക്കറിയോ അതിനെല്ലാം ബിയോപ്രോഡക്റ്റ് എന്നാണ് പറയുന്നത്. ഡി ബിയോ ലേബൻസ്മിറ്റൽ. ലേബൻസ്മിറ്റൽ എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രോസറിയാണ്, അതിൽ എല്ലാം ഉൾപ്പെടും കേട്ടോ. ഇപ്പം ബ്രെഡോ അരിയോ പാലോ എല്ലാം ലേബൻസ്മിറ്റലാണ്. അപ്പം ഡി ബിയോ ലേബൻസ്മിറ്റൽ എന്ന് വെച്ചാൽ എന്താണ്? ഓർഗാനിക് ആയിട്ടുള്ള ഭക്ഷണം. റീജിയോണാൽ എന്ന് വെച്ചാൽ എന്താണ്? റീജിയണൽ അല്ലെങ്കിൽ ലോക്കലി ഉള്ളത്. സൈസൊനാൽ എന്ന് വെച്ചാൽ സീസണൽ, ഓരോ സീസണിലും കിട്ടുന്നത്. സൈസൊനാൽ. ഡെർ ഫെർസിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പം റിനൗൺസിയേഷൻ, എന്തെങ്കിലും ഒരു കാര്യം വേണ്ടാന്ന് വെക്കുക. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇപ്പോൾ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഒരാഴ്ചക്കലത്തേക്ക് എന്താണ് അരി കഴിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പം ഞാൻ റൈസിനെ ഫെർസിസ്റ്റൻ ചെയ്തേക്കുവാണ്. ഫെർസിസ്റ്റൻ ഔഫ് എന്ന് വെച്ചാൽ എന്താണ്? എന്തെങ്കിലും ഒരു സാധനത്തിന് വേണ്ടാന്ന് വെക്കുക, ഒരു സാധനത്തിന് റെനൗൺസ് ചെയ്യുക. ഡെർ ബെവുസ്റ്റ് കൺസ്യൂം എന്ന് വെച്ചാൽ എന്താണ്? കോൺഷ്യസ് ആയിട്ടുള്ള കൺസംഷൻ, അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുക. നാഗ്ഹാൽറ്റിക് ലേബൻ എന്ന് വെച്ചാൽ സസ്റ്റൈനബിൾ ആയിട്ട് ജീവിക്കുക, നാളത്തെ അടുത്ത തലമുറേനും കൂടെ ആലോചിച്ച് ജീവിക്കുക. ഡെർ ഗ്രൂന ലേബൻ സ്റ്റിൽ, ഗ്രീൻ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ. കുറേ പേര് വണ്ടിയൊന്നും ഉപയോഗിക്കാതെ സൈക്കിളും കാൽനടയും സൈക്കിൾ മാത്രമായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പം അതെല്ലാം ഗ്രീൻ ആയിട്ടുള്ള എനർജി യൂസ് ചെയ്യുവാണല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ ഇലക്ട്രിക് കാറുകൾ ഉപയോഗിക്കുക, അങ്ങനത്തെ അതിനെല്ലാം ഗ്രീൻ ലൈഫ് സ്റ്റൈൽ എന്ന് പറയും. അപ്പം നമുക്ക് കുറച്ച് അധികം തന്നെ വേസ്റ്റ്, ഗാർബേജ്, പൊല്യൂഷൻ എന്നുള്ള ടോപ്പിക്സിലെല്ലാം വേർഡ്സ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. എല്ലാം ബൈഹാർട്ടൊന്നും പഠിച്ചില്ലേലും അറിഞ്ഞു വെക്കുക. അപ്പം ലേസണിന് നമുക്കിത് സംസാരിക്കുമ്പോഴോ ഷ്രൈബനോ യൂസ് ചെയ്തില്ലെങ്കിൽ പോലും ലേസണിന് വേർഡ്സ് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും ചൂസ്.